ഓസ്ട്രേലിയൻ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഐഫോൺ 12 പ്രോയുടെ അൺബോക്സിംഗ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ 12 പ്രോയുടെ അൺബോക്സിംഗ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ്, ഇത് ലിവിനെടുത്ത ഫോണാണോ, അതല്ലെങ്കിൽ ഈ ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണ്, അങ്ങനെ ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആ ഒരു ഫോൺ എടുത്തിട്ടുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട് ജിമ്മി ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അൺബോക്സിങ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. നമുക്ക് തോന്നി നമുക്കൊന്നൊരു ഐഫോൺ 12 പ്രോ മാക്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നവംബർ 7-ാം തീയതിയാണ്. ഇന്നാണ് ഐഫോൺ 12 പ്രോ മാക്സിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഐഫോൺ 12 പ്രോ മാക്സിന്റെ പ്രീ ബുക്കിംഗ് ചെയ്യാനായിട്ട് പോവാണ്. നമുക്ക് എന്തായാലും പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആപ്പിളിന്റെ വെബ്സൈറ്റിലാണ് ഐഫോൺ 12 പ്രോയുടെ. ഓക്കെ, 12 പ്രോയും 12 പ്രോ മാക്സിൻ്റെയും റേറ്റിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഒരു $150 വ്യത്യാസം. നമ്മൾ പ്രോ മാക്സ് ആണ് എടുക്കുന്നത്. പസഫിക് ബ്ലൂ കളറാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 വേരിയൻസ് ഉണ്ട്. അതിൻ്റെ കപ്പാസിറ്റി 128, 256 അതുപോലെ 512 GB ആണുള്ളത്. നമ്മൾ 256 GB ആണ് എടുക്കുന്നത്. അവർ ചോദിക്കുന്നുണ്ട് ഐഫോൺ ഉണ്ടോ നമുക്ക് ട്രേഡിങ് ചെയ്യാനായിട്ട്. നമ്മൾ ഐഫോൺ ട്രേഡിങ് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു ആപ്പിൾ കെയർ പ്ലസ് നമ്മൾ എടുക്കുന്നുണ്ട്. $269 ആണ് അതിന് വരുന്നത്. പക്ഷേ അതെടുക്കുന്നത് നമ്മളെ ആവശ്യത്തിന് വളരെ നന്നായിരിക്കും. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആഡ് ടു ബാഗ് കൊടുത്തു. ഇനി ഇതിൻ്റെ ഒരു കവറും, അപ്പോൾ ഒരു ഐഫോൺ 12 പ്രോ മാക്സ് സിലിക്കോൺ കേസ് വിത്ത് മാക്സ് സേഫ് ഒരെണ്ണം അത് ഓർഡർ ചെയ്യുന്നുണ്ട്. ദെൻ ഒരു മാക്സ് സേഫ് ചാർജർ. ഓക്കെ, അപ്പോൾ അത്ര സാധനങ്ങളാണ്. അല്ല, ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, USB-C. യെസ്, 20 watts USB-C പവർ അഡാപ്റ്ററും കൂടി ഓർഡർ ചെയ്യാം. അപ്പോൾ ഐഫോൺ 12 പ്രോ മാക്സ് 256 GB പസഫിക് ബ്ലൂ കളർ വിത്ത് ആപ്പിൾ കെയർ പ്ലസ്, ഒപ്പം മാക്സ് സിലിക്കോൺ കേസ് വിത്ത് മാക്സ് സേഫ് ചാർജർ, 20 watt USB-C പവർ അഡാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റ് 13-ാം തീയതി നവംബർ 13-ന് കാലത്ത് 9 തൊട്ട് 9:45 വരെയുള്ള ടൈം സ്ലോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റിൽ നമുക്ക് അവിടെ പോകണം. പോയിട്ട് ഐഫോൺ പിക്ക് ചെയ്യണം. അതിന് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ എന്തായാലും ഇപ്പോൾ 13-ാം തീയതി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി 13-ാം തീയതി വീഡിയോ കാണാം. ഓസ്ട്രേലിയയിൽ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെപ്റ്റംബർ മാസം ആകുമ്പോൾ തന്നെ തുടങ്ങുന്നുണ്ട്. അതിനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആപ്പിൾ സ്റ്റോറിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്പിൾ സ്റ്റോർ ഉള്ളത് ഇത് കാസിൽ ഹിൽ ടവേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസ് സ്റ്റേറ്റിലെ സിഡ്നിക്കൊക്കെ അടുത്തുള്ള കാസിൽ ഹിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ആപ്പിൾ സ്റ്റോർ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും പോയിട്ട് സാധനങ്ങൾ പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഒരു 2 രീതിയിലാണ് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ അവർ ഫോൺ കൊണ്ടു തരും. അപ്പോൾ നമുക്കത് വാങ്ങി ഫോണിൽ പോകാം. അതിൻ്റെ ഉള്ളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ബുക്ക് ചെയ്തിട്ട് വേണം കയറാനായിട്ട്. കാരണം എനിക്ക് തോന്നുന്നു കോവിഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാരുടെ എണ്ണം, ഉള്ളിലുള്ള ആൾക്കാരുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മുടെ തൊട്ട് പുറകിൽ കാണുന്ന സാന്റാ കാസിൽ കണ്ടു. അതായത് ഇവിടെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന്, ക്രിസ്മസ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഡിസംബർ ആ ലാസ്റ്റ് എന്താ പറയുക ഒരു 1-2 ആഴ്ചയൊക്കെ ആകുമ്പോഴാണ് ഒരു ചൂട് പിടിക്കുന്നത് അല്ലേ. ഇവിടെ സെപ്റ്റംബർ അവസാനം ഒക്ടോബർ സ്റ്റാർട്ടിങ്ങിലൊക്കെ തന്നെ എല്ലാ മാളുകളും ഒക്കെ ക്രിസ്മസ് ഡെക്കറേഷൻസും അതുപോലെ ക്രിബ് അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതേ തൊട്ട് പുറകിൽ കാണാൻ പറ്റും അല്ലേ. ഹായ് സാന്റാ.
അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഐഫോൺ 12 Pro Max പിക്ക് ചെയ്തു, ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഇതാണ് ഐഫോൺ 12 Pro Max പസഫിക് ബ്ലൂ. നമുക്കിതോടെ വയ്ക്കാം. ബാക്കിയുള്ള സാധനങ്ങൾ നോക്കാൻ എന്തൊക്കെയുള്ള എന്നുള്ളത്. അപ്പോൾ ഇത് USB-C 20 watts പവർ അഡാപ്റ്റർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇപ്രാവശ്യം ആപ്പിൾ ചാർജർ തരുന്നില്ല, അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒന്ന് വാങ്ങിയിട്ടുണ്ട്. ഐഫോൺ 12 Pro Maxന്റെ ഒരു സിലിക്കോൺ കവർ സെയിം ബ്ലൂ കളറിങ്ങാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അത്യാവശ്യം ഫോണിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ. സോ മാക്സേഫ് ചാർജർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ മാക്സേഫ് ചാർജറിനെ കുറിച്ച്. അപ്പോൾ ഇതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമുക്ക് കുറച്ചും കൂടി നീക്കി വെക്കാം. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. സോ ഇതാണ് ഐഫോൺ 12 Pro Max. ഇതുവരെ ഈ 12 സീരീസ് മാത്രമല്ല, ഇതുവരെ ആപ്പിൾ ഇറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് ആണ് ഐഫോൺ 12 Pro Max. 6.7 ഇഞ്ച് ബിഗ് സ്ക്രീൻ ഉള്ള ഏറ്റവും വലിയ ആപ്പിളിന്റെ ഫോൺ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അൺബോക്സിംഗ്. സോ ഇതാണ് ഐഫോൺ 12 Pro Max. ഓഫ് കോഴ്സ് ബിഗ്ഗർ ആണ് സൈസ്. അപ്പോൾ ഈ പ്രാവശ്യം 12 സീരീസിലെല്ലാം തന്നെ പ്ലാസ്റ്റിക് അല്ല, അവർ ഒരു പേപ്പർ കൊണ്ടുള്ളൊരു കവറിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. സോ ഇതാണ് ഐഫോൺ 12 Pro Max. മാറ്റ് ഫിനിഷിംഗ് ആണ് ബാക്കിൽ. 12 Proയുടെ പോലെ തന്നെ 12 Pro Maxലും സർജിക്കൽ ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സൈഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പിടിക്കുമ്പോൾ ചെറിയ തോതിൽ നമ്മുടെ ഫിംഗർ പ്രിൻ്റൊക്കെ ആവാൻ ചാൻസ് ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഒരുവിധം ഐഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും കവർ ഉപയോഗിച്ചിട്ടായിരിക്കും ഐഫോൺ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ സിം പോർട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് മാറിയിട്ടുണ്ട്. ഇതിന് മുമ്പൊക്കെ റൈറ്റ് സൈഡിലായിരുന്നു, അത് ലെഫ്റ്റിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പ്രോ മാക്സിൻ്റെ ഇനി പാക്കേജിൽ വരുന്ന ബാക്കി സാധനങ്ങൾ എന്ന് പറയുന്നത് സിം ഇജക്ടർ ആണ്. അതേപോലെ തന്നെ ചെറിയൊരു യൂസർ മാനുവൽ ഉണ്ട്. 2 പേജുള്ള വളരെ ചെറിയൊരു യൂസർ മാനുവലാണ്. അതിൻ്റെ ഒപ്പം തന്നെ പ്രോ മാക്സ് സൈസ് വലുതായതുകൊണ്ട് സ്റ്റിക്കറും വലുത് തന്നെയാണ് പ്രോ മാക്സിൻ്റെ. ഇത്ര സാധനങ്ങളാണ് ഈ ഒരു പാക്കേജിൽ വന്നിട്ടുള്ളത്. അടുത്തത് ലൈറ്റ്നിങ് കേബിൾ ആണ്. അപ്പോൾ ലൈറ്റ്നിങ് കേബിളിന് ഈ പ്രാവശ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് സി ടൈപ്പ് ലൈറ്റ്നിങ് കേബിൾ ആണുള്ളത്. ഓഫ് കോഴ്സ് അതുകൊണ്ട് തന്നെ ചാർജർ ഈ പ്രാവശ്യം കൊടുത്തിട്ടില്ല, നമ്മളതുകൊണ്ടാണ് സെപ്പറേറ്റ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ ഐഫോണിൻ്റെ വീഡിയോയിൽ കണ്ടിരുന്ന പോലത്തെ മില്ലിമീറ്റർ വേവ് ആൻറ്റിന ഈ ഐഫോണിലില്ല. ഓസ്ട്രേലിയ അത് മില്ലിമീറ്റർ വേവ് അവൈലബിൾ അല്ല. അതിൻ്റെ പേരിൽ ഓർഡിനറി 5G ആണ് ഉള്ളത്. സോ നമുക്ക് ആ ഒരു ഫെസിലിറ്റി ഇതിൽ കാണാൻ പറ്റുന്നില്ല. നമുക്ക് അതേപോലെ തന്നെ ഇന്ത്യയിലും 5G നെറ്റ്വർക്ക് അവൈലബിൾ അല്ല. ഇവൺ അവൈലബിൾ ആയാൽ കൂടിയും മില്ലിമീറ്റർ വേവിൻ്റെ ആൻറ്റിന ഇല്ലാത്തതുകൊണ്ട് ഭാവിയിൽ ഈ ഒരു ഫെസിലിറ്റി വന്നാൽ കൂടി നമുക്ക് ഐഫോൺ 12 Pro Max വെച്ചിട്ടോ അല്ലെങ്കിൽ 12 Pro വെച്ചിട്ടോ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 12 Pro Max 12 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം ഓഫ് കോഴ്സ് സൈസ് നല്ല വ്യത്യാസമുണ്ട്. 6.7 ഇഞ്ച് സ്ക്രീനാണുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറയുടെ ലെൻസിനും അതിന് 12 Proയിലും സൈസ് കൂടുതലാണ്. അതേപോലെ തന്നെ ക്യാമറ ബമ്പും 12 Proയിലും കുറച്ചുകൂടി എന്താ പറയുക സൈസ് കുറച്ചൊരു പൊക്കത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 12 Proനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെൻസർഷിപ്പ് സ്റ്റെബിലൈസേഷൻ ഇതിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് വീഡിയോ അതല്ലെങ്കിൽ ഇമേജ് ഒക്കെ എടുത്ത് നമ്മൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ ആ ഒരു നമ്മൾ നടന്നിട്ടുണ്ടാകുന്ന ഒരു മൂവ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ അത് ഓൾറെഡി സെൻസർ സ്റ്റെബിലൈസേഷൻ ആണത്. മുമ്പത്തെ ഐഫോൺ 11 Pro അല്ലെങ്കിൽ 11 സീരീസിലൊക്കെ ഉണ്ടായിരുന്നത് ലെൻസ് സ്റ്റെബിലൈസേഷൻ ആയിരുന്നു. അപ്പോൾ ലെൻസ് ആയിരിക്കും ചെറിയ തോതിൽ മൂവ് ചെയ്യാം സ്റ്റെബിലൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് അതിന്റെ ഉള്ളിലുള്ള സെൻസർ ആണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഗിംബലോ അതല്ലെങ്കിൽ എക്സ്ട്രാ ക്ലിപ്പിംഗ് ലെൻസുകളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും 12 Pro Maxൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ 12 Proനേക്കാളും 12 Pro Max എടുക്കാനുള്ള കാരണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇതിന്റെ ഒരു ക്യാമറ ഫീച്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ സോണിയുടെ ഒക്കെ ഹൈ എൻഡ് ക്യാമറയിൽ കാണുന്ന ഒരു ക്യാമറ ഫീച്ചറാണ് അതിന്റെ സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. അത് ഈ ഒരു ക്യാമറയിൽ നമ്മുടെ മൊബൈൽ ക്യാമറയിൽ കിട്ടുന്ന വലിയൊരു കാര്യമാണ്. സോണിയിലൊക്കെ കാണുന്നത് 5 ആക്സിസ് സ്റ്റെബിലൈസേഷൻ ആണ്. ഇതിൽ XNY 2 ആക്സിസ് ആണുള്ളത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ബിഗ് മാറ്റർ. അതുപോലെ തന്നെ 12 Proയും 12 Pro Maxും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു $150 വ്യത്യാസമാണ് ഓസ്ട്രേലിയയിൽ വരുന്നത്. സോ $150 എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 12 സീരീസിൽ അതല്ലെങ്കിൽ ആപ്പിളിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഫ്ലാഗ്ഷിപ്പാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇറ്റ്സ് എ ബിഗ് ഫോൺ, ബിഗ് സ്ക്രീൻ, ബിഗ് ക്യാമറ. അപ്പോൾ 12 Proയിലുള്ള പോലെ തന്നെ മാറ്റ് ഫിനിഷിംഗ് ആണ് ബാക്ക് സൈഡിൽ വരുന്നത്. ഗ്ലോസി സൈഡിൽ മാത്രമേ ഉള്ളൂ.
പക്ഷേ ഒരു പ്രത്യേകത എനിക്ക് തോന്നി, ഞാൻ 12 Pro അൺബോക്സ് ചെയ്തപ്പോൾ ശ്രദ്ധിക്കാത്തൊരു ഒരു കാര്യമായിരുന്നു. നമ്മളിപ്പോൾ ഇങ്ങനെ തൊടുമ്പോണ്ടല്ലോ, ബാക്ക് സൈഡിൽ നിന്ന് തൊട്ട് നോക്കുമ്പോൾ ആ ആപ്പിളിൻ്റെ സിമ്പിൾ മാത്രം പക്ക ഒരു ഗ്ലോസി ടച്ചാണ്. അപ്പോൾ നമുക്ക് തൊടുമ്പോൾ അറിയാൻ പറ്റും, എന്താ പറയുക, ഒരു മിററിലൊക്കെ തൊടുന്ന ആ ഒരു ഫീലാണ്. ബാക്കി ഫുൾ ഏരിയ അതിൻ്റെ മാറ്റ് ഫിനിഷിംഗ് ആണ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഞങ്ങൾ ആപ്പിളിൻ്റെ ഐഫോണിൻ്റെ നമ്മൾ ഷോപ്പിൽ പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഈ സൈഡിൽ വരുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു സൈഡിൽ വരുന്ന ഏരിയ ബാക്കി ഇപ്പോൾ ഗ്രാഫൈറ്റോ അതല്ലെങ്കിൽ മറ്റ് കളർ വേരിയൻസിലൊക്കെ അവിടെ ആ ഒരു ഷൈനിങ് പാർട്ടാണ് വരുന്നത്. പക്ഷേ പസഫിക് ബ്ലൂവിൻ്റെ കളറിൽ മാത്രമാണ് ഇവിടെ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഫിനിഷിങ് ഏറ്റവും ആ സൈഡിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഐഫോൺ ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഇതാണ് ഐഫോൺ 12 Pro Maxന്റെ ഒരു സിലിക്കോൺ കേസാണ്. നമ്മളിതും ഓൾറെഡി ഫോൺ ഓർഡർ ചെയ്തപ്പോൾ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതും എന്തായാലും ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ഐഫോണിന്റെ ഷോപ്പിൽ പോയപ്പോൾ, ആപ്പിൾ സ്റ്റോറിൽ പോയപ്പോൾ നമ്മൾ കണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ അവിടെ 3 ടൈപ്പുള്ള കേസ് അവൈലബിൾ ആണ്. അപ്പോൾ ലെതർ നമ്മൾ കണ്ടു, പക്ഷേ ലെതറിന്റെ ഇത് ഇത്രയ്ക്ക് അങ്ങോട്ട് ഒരു കളർ ഇത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഡാർക്ക് അല്ല, കുറച്ചും ലൈറ്റ് കളറാണ്. അപ്പോൾ എനിക്കിതാണ് കുറച്ചുകൂടി ഇഷ്ടമായത്, കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് മാക്സേഫ് സപ്പോർട്ടഡ് കേസാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മാക്സേഫ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. സോ നമുക്ക് മാക്സേഫ് ചാർജർ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് നമ്മൾ ഐഫോണിനൊപ്പം തന്നെ ഓർഡർ ചെയ്തതാണ്. നമ്മൾ 12 Pro അൺബോക്സ് ചെയ്ത സമയത്ത് നമുക്ക് മാക്സേഫ് ചാർജർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവർ. സോ ഇതാണ് മാക്സേഫ് ചാർജർ കേട്ടോ. സോ ഈ മാക്സേഫ് ചാർജർ നമുക്ക് ഇവിടെ, അപ്പോൾ ഇതിൽ മാക്സേഫ് ആയതുകൊണ്ട് സാധനം അവിടെ ഇരുന്നു. നമ്മൾ വയർലെസ് ചാർജറിന് മുമ്പത്തെ 11 സീരീസിലൊക്കെ കണ്ടിട്ടുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയില്ല. അപ്പോൾ ഇതാണ് മാക്സേഫ് ചാർജർ. നമ്മൾ ഐഫോൺ 12 Pro അൺബോക്സ് ചെയ്ത സമയത്ത് നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ലേറ്റ് ആയിരുന്നു, അതായത് നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ iWatchന്റെ ഒക്കെ ചാർജർ ഉണ്ടല്ലോ, ആ ഒരു കണക്ടിവിറ്റി ഉള്ള ടൈപ്പ് സെയിം ചാർജർ തന്നെയാണ്. അതിൻ്റെ കുറച്ചും കൂടി ഒരു വലുപ്പം കൂടിയൊരു ടൈപ്പാണ്, പക്ഷേ രണ്ട് സൈഡും ഫ്ലാറ്റ് ആണ്. സോ നമുക്ക് ഏതൊരു സർഫസിൽ നമുക്ക് സുഖമായിട്ട് വെക്കാം, അതൊരു ടേബിളിന് പുറത്തോ അല്ലെങ്കിൽ കാറിലായാലും വെക്കാം. നേരെ നമുക്ക് ഫോണിൽ വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആയിക്കോളും. അപ്പോൾ ഈ വട്ടത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത, അതല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കോൺട്രവേഴ്സി ആയിരുന്നു, ഐഫോൺ 12 സീരീസിൽ ആപ്പിള് അവരുടെ ഒരു ചാർജറോ അതല്ലെങ്കിൽ ഇയർപോഡോ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതൊരു ഭയങ്കര ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആയിരുന്നു. സോ നമ്മൾ അതുകൊണ്ട് തന്നെ ഐഫോൺ 12 Pro Pro Max വാങ്ങിയതിൻ്റെ ഒപ്പം നമ്മളൊരു ചാർജറും വാങ്ങിയിട്ടുണ്ട്. സോ ഇതാണ് പവർ അഡാപ്റ്റർ. സോ നിങ്ങൾക്ക് കാണാം C ടൈപ്പ് അഡാപ്റ്ററാണ്. സോ നമുക്ക് നമ്മൾ വാങ്ങിയിരിക്കുന്ന ചാർജർ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഐഫോൺ 12 Pro Maxൽ എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞങ്ങൾ കാണിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ അതിനെ കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് പറയാം. പിന്നെ ഈ ഒരു ഫോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു ഫോൺ എടുത്തത് മെയിനായിട്ട് ഓഫ് കോഴ്സ് ഞാൻ ഈ ഒരു ഫോൺ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ 12 Pro ഇറങ്ങി 12 Pro ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എമൗണ്ടിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ മെയിനായിട്ട് നമുക്ക് വീഡിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളതിൻ്റെ പേരിൽ ഈ ഒരു ഫോൺ നമ്മൾ നോക്കിയിരിക്കുകയായിരുന്നു എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിലത്തെ ഫോട്ടോസ് അതല്ലെങ്കിൽ വീഡിയോസിലൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇത് ഓഫ് കോഴ്സ് ഇതൊരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് എൻ്റെ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ അതെന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇത് നമ്മൾ ഐഫോണിൻ്റെ ക്യാമറയുടെ ആ ഒരു സൂമിങ് കപ്പാസിറ്റി ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതിലുള്ള 0.5x 1x അതേപോലെ 2.5x വേരിയേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് റൂമിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഓഫാണ്. ജസ്റ്റ് ജനലിൻ്റെ ഉള്ളിൽ നിന്ന് ജനലിൻ്റെ കർട്ടനൊക്കെ ഓൾറെഡി അടഞ്ഞാണ് കിടക്കുന്നത്, ബ്ലൈൻഡൊക്കെ അടഞ്ഞാണ് കിടക്കുന്നുണ്ടെങ്കിലും ചെറിയ തോതിലൊരു ലൈറ്റ് വരുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു അത്യാവശ്യം ഇരുട്ടുള്ള ഒരു ഏരിയയിൽ തന്നെ എന്താ പറയുക എക്സ്പോഷറൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ചെറിയ തോതിൽ കുറച്ച് നോയ്സിയാണ്, കാരണം എനിക്ക് തോന്നുന്നു കൂടുതൽ ഡാർക്ക് ആയിട്ടുള്ള ഏരിയയ്ക്ക് പോകുമ്പോൾ കുറച്ചൊരു നോയ്സിയാണ്, പക്ഷേ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലോ ലൈറ്റിൽ ലെൻസിൻ്റെ ഒക്കെ വലുപ്പം കൊണ്ടായിരിക്കാം
ലോ ലൈറ്റിൽ നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നടന്നുകൊണ്ട് തന്നെ, ഇതിപ്പോൾ ഹാൻഡ് ഹെൽഡാണ്, അതായത് ഗിംബലോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. iPhone 12 സീരീസിന്റെ മെയിൻ അട്രാക്ഷൻസ് ആയിട്ടുള്ള 5G കണക്ടിവിറ്റി, അതല്ലെങ്കിൽ ക്യാമറ ഫീച്ചേഴ്സിലെ ലൈഡാ സെൻസർ, അതേപോലെ തന്നെ ഡിസ്പ്ലേ സെറാമിക് ഷീൽഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ iPhone 12 Pro അൺബോക്സ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും iPhone 12 Pro അൺബോക്സിംഗ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, അഭിപ്രായങ്ങൾ ഫുള്ള് കമന്റ് ബോക്സിൽ എഴുതുക. അതുപോലെ തന്നെ രസകരമായിട്ടുള്ള ഓസ്ട്രേലിയൻ വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.